ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വേറൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരുടെയും പ്രിപ്പറേഷൻ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ? നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. FSO അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിട്ടേ ഞാൻ നിർത്തുള്ളൂ ആ ഒരു പരിശ്രമം എന്നുള്ള രീതിക്ക് ഇന്ന് തുടങ്ങി, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ഓൾറെഡി എക്സാമിനേഷന് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എക്സാം കഴിയുന്നത് വരെ ആ ഒരു ഫുൾ സ്ട്രെച്ച് അതുപോലെ പോകാനായിട്ട്, ആ ഒരു കയറി ഇറങ്ങി അങ്ങനെ ഒന്നും പോവാതെ ആ ഒരു ലെവലിൽ തന്നെ അവസാനം വരെ എക്സാം കഴിയുന്ന ദിവസം വരെ നമ്മൾ ഒരേ ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു സീറ്റിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ അന്നന്ന് പഠിക്കുന്ന ടോപ്പിക്സ് അടുത്ത ദിവസം റിവൈസ് ചെയ്യുക. പഠിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ വായിച്ച് അല്ലെങ്കിൽ കേട്ട് പോവാതെ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ട് പോവുക. ഓക്കെ, സോ അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അഡൾട്രേഷൻ ആണ്. അഡൾട്രേഷൻ നമുക്കറിയാം അല്ലേ, എന്താണ് മായം ചേർക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ഏതൊരു ചെറിയ സാധനം എടുത്താൽ പോലും അത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അല്ലേ? ഏതൊരു ചെറിയ സാധനം ആയിക്കോട്ടെ, ഒരു നെല്ലിക്കയോ അല്ലെങ്കിൽ ഈവൻ ചെറിയ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ പോലും അതുപോലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മളുള്ളത്. സോ അപ്പോൾ അതിനെല്ലാം കാരണമായിട്ടുള്ളത് ആരാണ്? ഈ ഒരു ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. അതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ നോക്കാനായിട്ട് പോവുകയാണ്. സോ എല്ലാവരും റെഡി അല്ലേ? വേഗം സെറ്റായിട്ട് റെഡി ആയിക്കോളൂ. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഫുഡ് അഡൾട്രേഷൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഫുഡ് അഡൾട്രേഷൻ ഈസ് അൺഎത്തിക്കൽ. അപ്പോൾ എത്തിക്കൽ ആണോ? ഒരിക്കലുമല്ല. നമുക്കറിയാം എത്തിക്സിന് നിരക്കാത്ത, നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതായിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ളൊരു ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് നമുക്ക് ഈ ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. സോ ഫുഡ് അഡൾട്രേഷൻ ഈസ് അൺഎത്തിക്കൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സോഷ്യൽ എവിൽ ആൻഡ് എ സ്ലോ പോയ്സൺ. സോ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കോൾഡ് ആസ് എ സോഷ്യൽ എവിൽ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കോൾഡ് ആസ് എ സ്ലോ പോയ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ് ഫുഡ് അഡൾട്രേഷൻ ആണെന്ന് ഓർക്കുക. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കൊടുത്തിട്ടുള്ള പോയിന്റ് ആണ്. സോ ഫുഡ് അഡൾട്രേഷൻ ഈസ് അൺഎത്തിക്കൽ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സോഷ്യൽ എവിൽ ആൻഡ് സ്ലോ പോയ്സൺ. അപ്പോൾ സോഷ്യൽ എവിൽ എന്നും സ്ലോ പോയ്സൺ എന്നും അറിയപ്പെടുന്ന ഫുഡ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഏതാണ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫുഡ് അഡൾട്രേഷൻ ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, സോ നമുക്കാദ്യം ഫുഡ് അഡൾട്രേഷൻ എന്താണ് എന്ന് പഠിക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ഫുഡ് അഡൾട്രേഷൻ? സോ ഫുഡ് അഡൾട്രേഷൻ ഈസ് ദ പ്രോസസ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് അഡീഷൻ ഓഫ് എനി സബ്സ്റ്റൻസസ് ടു ഫുഡ്. അപ്പോൾ ഫുഡിൽ ചേരേണ്ടതായിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലാതെ വേറെ ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ ആ ഫുഡിലേക്ക് ആഡ് ചെയ്താലും ദാറ്റ് ബിക്കംസ് അഡൾട്രേറ്റഡ്. ഓക്കെ, സോ അപ്പോൾ ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ബൈ വിച്ച് ഫുഡ് അഡൾട്രേഷൻ ഈസ് ദ അഡീഷൻ ഓഫ് സബ്സ്റ്റൻസ് ടു ദ ഫുഡ്, എനി സബ്സ്റ്റൻസ് ടു ദ ഫുഡ്. സോ നമുക്കൊരു ഫുഡിൽ ആവശ്യമില്ലാത്തതായിട്ടുള്ള എന്തൊരു വസ്തു നമ്മൾ അതിൽ ആഡ് ആക്കിയാലും അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫുഡ് അഡൾട്രേഷൻ എന്ന് വിളിക്കും. സോ ദാറ്റ് ദ നാച്ചുറൽ composition and quality of food substance is affected. അപ്പോൾ നമ്മൾ വെറുതെ ഇപ്പോൾ ഉപ്പ് നമ്മൾ കറി വെക്കുന്നു, അതിൽ ഉപ്പിടുന്നു, അതുകൊണ്ട് അഡൾട്രേറ്റഡ് ആവുമോ? അല്ല. സോ ആ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റിയെയും അല്ലെങ്കിൽ നാച്ചുറൽ കോമ്പോസിഷനെയും അഫക്റ്റ് ആവുന്ന രീതിക്ക് നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്താലും അതെന്താണ്? ഫുഡ് അഡൾട്രേഷൻ ആണ് എന്ന് ഓർക്കുക. സോ ദ അഡൾട്രേഷൻ ഈസ് അഡീഷൻ ഓഫ് എനി സബ്സ്റ്റൻസ് ടു ഫുഡ് വിച്ച് അഫക്ട്സ് ദ നാച്ചുറൽ കോമ്പോസിഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ഫുഡ് സബ്സ്റ്റൻസ്. ഓക്കെ, സോ അപ്പോൾ ഒരു ഫുഡ് സബ്സ്റ്റൻസിൻ്റെ ക്വാളിറ്റി അതിൻ്റെ നിലവാരത്തിലാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ കോമ്പോസിഷൻ, എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഒരു നാച്ചുറൽ കോമ്പോസിഷൻ എല്ലാ വസ്തുക്കൾക്കും ഉണ്ടാവും. സോ അപ്പോൾ ആ ഒരു ഫുഡിൻ്റെ നാച്ചുറൽ കോമ്പോസിഷനെയും അല്ലെങ്കിൽ ആ ക്വാളിറ്റിയും അഫക്റ്റ് ചെയ്യുന്ന രീതിക്ക് ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ ആ ഫുഡിലേക്ക് ആഡ് ചെയ്താലും ദാറ്റ് ഈസ് കോൾഡ് ആസ് അഡൾട്രേറ്റഡ് അല്ലെങ്കിൽ ദാറ്റ് പ്രൊസീജിയർ ഈസ് കോൾഡ് ആസ് അഡൾട്രേഷൻ. ക്ലിയർ? സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നത് മാത്രം ജസ്റ്റ് ഇങ്ങനെ ഫുഡിലേക്ക് ആഡ് ചെയ്താൽ മാത്രമാണോ അത് അഡൾട്രേഷൻ എന്ന് പറയാൻ പറ്റുന്നത്? അല്ല. സോ ഓൾസോ ഇൻക്ലൂഡ്സ് മനഃപൂർവ്വം ആഡ് ചെയ്യുന്നത് മാത്രമല്ല, ഇൻസിഡന്റൽ കണ്ടാമിനേഷൻസും ഉണ്ട്. ഇൻസിഡന്റൽ ആയിട്ട് നമ്മളിപ്പോൾ മനഃപൂർവ്വം അല്ലാതെ ഹാർവെസ്റ്റിംഗ് അല്ല, ആ ഒരു പ്രൊഡക്ഷൻ്റെ സമയത്ത് നമുക്ക് അതിലേക്ക് ഇടുന്ന പെസ്റ്റിസൈഡ്സ് നമ്മൾ മരുന്നടിക്കുകയാണ്. സോ അതും അഡൾട്രേഷൻ്റെ അണ്ടറിൽ വരാം. Okay, so it includes incidental contamination during the period of growth. ആ ഒരു ഫുഡ് അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് എന്നായിരിക്കുമല്ലോ നമ്മൾ നാച്ചുറൽ ഫുഡ് എന്ന് പറയുന്ന പ്ലാന്റ് സോഴ്സ് ആണ് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? സോ അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിന്റെ സമയത്ത് വരുന്ന ആ ഒരു
ഇൻസിഡൻ്റൽ കണ്ടാമിനേഷൻ, അത് ഗ്രോത്തിൻ്റെ സമയത്താവാം, ഹാർവസ്റ്റിംഗിൻ്റെ സമയത്താവാം, അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ സമയത്താവാം. സോ it includes എന്താണ് incidental contamination during the period of growth, harvesting and storage. അതുപോലെ തന്നെ സ്റ്റോറേജ് കഴിഞ്ഞിട്ട് പ്രോസസ്സിങ്, ആ ഒരു ഫുഡ് പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രോസസ്സിങ്ങും പാക്കേജിങ്ങും എല്ലാം കഴിഞ്ഞ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ഇതിൽ ഏതൊരു സ്റ്റേജിലാണെങ്കിലും ആ ഒരു ഫുഡിൽ കണ്ടാമിനേഷൻ ഇൻസിഡൻ്റ് ആയിട്ട് ഹാപ്പൻ ചെയ്താലും that also comes under adulteration. Okay, so adulteration is a procedure അല്ലെങ്കിൽ is the addition of any substance to food that affects the natural quality and natural composition and quality of the food. That also includes എന്താണ് contamination during the period of production, അതായത് ഗ്രോത്ത്, പിന്നെ ഹാർവസ്റ്റിംഗ് ഉണ്ട്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ ഏത് ലെവലിൽ നമുക്ക് ആ ഒരു കണ്ടാമിനേഷൻ വന്നാലും ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ അഡൾട്രേഷൻ എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അഡൾട്രേഷൻ എന്താണ്, അഡൾട്രേഷനിൽ എന്തൊക്കെ വരും എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഫുഡ് അഡൾട്രേറ്റഡ് ആണ് എന്ന് പറയണമെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലാണ് ആ ഒരു ഫുഡ് അഡൾട്രേഷൻ. സോ ദീസ് ആർ ദ things which we can call as adulteration. Okay, so ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ഫുഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ that is called as adulterated. Okay, so that food becomes adulterated if these things happen in this food. Okay, so if any cheaper and unhealthy substance has been added, അപ്പോൾ നമ്മൾ ആ ഫുഡിലേക്ക് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ചീപ്പർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ that food become adulterated. അപ്പോൾ നമുക്കറിയാം എന്താണ് മാർക്കറ്റിൽ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ക്വാളിറ്റിയിൽ നമുക്ക് എന്താണ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ പല റേറ്റിൽ, ഇപ്പോൾ എന്താണ് വെറൈറ്റീസ് അല്ല, നമുക്ക് ഒരു സെയിം കൈൻഡ് ഓഫ് ഡേറ്റ്സ് എടുത്താൽ തന്നെ അതിൽ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നുണ്ട്. അതുപോലെ തന്നെ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളിൽ ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ പോലും അതിൽ തന്നെ ഡിഫറെൻറ്റ് ക്വാളിറ്റീസിൽ അവൈലബിൾ ആണ്. സോ അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ചീപ്പറായിട്ടോ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടോ ഉള്ള ഫുഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമ്മൾ ആ ഒരു ഫുഡിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഫുഡ് ബിക്കം അഡൾട്രേറ്റഡ്. അതുപോലെ ഇഫ് എനി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് എ ഫുഡ് ഹാസ് ബീൻ ഫുള്ളി അല്ലെങ്കിൽ ഹോളി അല്ലെങ്കിൽ പാർഷ്യലി റിമൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അബ്സ്ട്രാക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്ക് അഡിഷൻ മാത്രമല്ല വരുന്നത്, അതിന്ന് അബ്സ്ട്രാക്ട് ചെയ്താലും ആ ഒരു നാച്ചുറൽ കോമ്പോസിഷനിൽ നിന്ന് എന്തെങ്കിലും അഫക്റ്റ് ആവുന്ന രീതിക്ക് ആ ഒരു നാച്ചുറൽ കോമ്പോസിഷനിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്ത് കളയുകയാണെങ്കിൽ, അത് ഹോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാർഷ്യൽ ആയിക്കോട്ടെ, ആസ് എ ഹോൾ ഓർ പാർഷ്യലി ഇഫ് വി ആർ അബ്സ്ട്രാക്ടിങ് ഇറ്റ്, ദാറ്റ് ഫുഡ് ബിക്കം അഡൾട്രേറ്റഡ് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് അഡൾട്രേറ്റഡ്. സോ അഡീഷൻ മാത്രമല്ല, അബ്സ്ട്രാക്ഷൻ ഓൾസോ കോൾഡ് ആസ് അല്ലെങ്കിൽ കമ്മിങ് അണ്ടർ അഡൾട്രേഷൻ എന്നുള്ളത് ഓർക്കുക. ആൻഡ് ഫുഡ് വിച്ച് കണ്ടെയ്ൻ റോട്ടൺ ഓർ ഡീകമ്പോസ്ഡ് മെറ്റീരിയൽ, അഴുകി ചീഞ്ഞതായിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് ഡീകമ്പോസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ റോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആ ഒരു ഫുഡിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വെജിറ്റബിൾസ് ചീഞ്ഞഴിഞ്ഞ എന്താണ് അളിഞ്ഞ ഒരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് അഡൾട്രേറ്റഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കറിയുടെ കാര്യമൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. സോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് മിക്സ് എന്തെങ്കിലും ഉണ്ടാക്കുകയാണ്, സോ അതിൽ നമ്മൾ ഈ ഒരു ഡീകമ്പോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ റോട്ടൺ ആയിട്ടുള്ള ഇത് ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ റോട്ടൺ ആയിട്ടുള്ള എഗ് ആണ് ആഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു നാച്ചുറൽ ക്വാളിറ്റി എന്ത് ചെയ്യാണ്, അഫക്റ്റ് ചെയ്യാണ്. സോ ദാറ്റ് ബിക്കം അഡൾട്രേറ്റഡ് എന്നുള്ളതാണ്. സോ വിച്ച് ഈസ് അൺഫിറ്റ് ഫോർ കൺസംഷൻ, നമുക്ക് കഴിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള റോട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ ആ ഒരു ഫുഡിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ബിക്കംസ് അഡൾട്രേറ്റഡ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അഡൾട്രേഷനിൽ പറയാനായിട്ട് പറ്റും. ആൻഡ് ഫുഡ് കണ്ടെയ്ൻ എനി പ്രോഹിബിറ്റഡ് പ്രിസർവേറ്റീവ്സ്. അപ്പോൾ പ്രിസർവേറ്റീവ്സ് നമുക്കറിയാം എന്താണ്, ആ ഒരു ഫുഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഫുഡ് പ്രിസർവേറ്റീവ്സിൽ പ്രൊഹിബിറ്റഡ് ഉണ്ട്, നമുക്ക് അലൗഡ് ആയിട്ടുള്ളതും. ഇപ്പോൾ ഈവൻ മെഡിസിൻസ് എടുത്താൽ തന്നെ നമുക്ക് കുറച്ച് എന്താണ് പ്രൊഹിബിറ്റഡ് ഡ്രഗ്സ് ഉണ്ടാവും, ബാൻ ചെയ്ത ഡ്രഗ്സ് ഉണ്ടാവും അല്ലേ. സോ അത് നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കും. സോ അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് നല്ല എന്താണ് ആ ഒരു ക്വാളിറ്റി കുറേ ദിവസം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ്, ഫുഡ് പ്രിസർവേറ്റീവ്സ് എന്നൊക്കെ വിളിക്കുന്നത്. സോ അതിൽ തന്നെ പ്രൊഹിബിറ്റഡ് ഫുഡ് പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. സോ അതിൻ്റെ അഡിഷൻ ഉണ്ടെങ്കിൽ, ആ ഒരു ഇത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ that can be called as എന്താണ് അഡൾട്രേറ്റഡ്. or else addition of excess amount of preservatives. നമുക്ക് പ്രിസർവേറ്റീവ്സ് ആ ഒരു ഫുഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ആണെങ്കിൽ പോലും അതെന്താണ് ഒരു
എന്താണ് കറക്റ്റ് എമൗണ്ടിൽ ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡ് ആയിരിക്കണം, ഒരു ലിമിറ്റഡ് റേഞ്ചിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതിലധികം നമ്മൾ എന്താണ് അധികമായാൽ അമൃതും നഞ്ചെന്ന് പറയുന്ന പോലെ തന്നെ, അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു പ്രിസർവേറ്റീവ്സ് നമ്മൾ ആ ഫുഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും അവിടെ ആ ഒരു എമൗണ്ട് നമുക്ക് ലിമിറ്റഡ് ആണ്. സോ ആ ഒരു അളവിൽ കവിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പ്രിസർവേറ്റീവ് യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ബിക്കംസ് എന്താണ് ആ ഒരു ക്വാളിറ്റി, ഫുഡിൻ്റെ ക്വാളിറ്റി അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്, ഒരു ഇൻജൂറിയസ് ടു ഹെൽത്ത് ആണ്. സോ അതുകൊണ്ട് തന്നെ അതും നമുക്ക് എന്ത് ചെയ്യാം, അഡൾട്രേഷനിൽ പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, ഇഫ് ദ ഫുഡ് ഹാസ് ബീൻ പ്രിപ്പയർഡ്, പാക്ഡ് ഓർ കെപ്റ്റ് അണ്ടർ അൺസാനിറ്ററി കണ്ടീഷൻ ആൻഡ് ദസ് ബിക്കം കണ്ടാമിനേറ്റഡ്. അപ്പോൾ ഈ അഡിഷനും ഇങ്ങനത്തെ സബ്സ്റ്റൻസ്, ഡികമ്പോസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ റോട്ടൺ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആഡ് ചെയ്യുക, എക്സസ് എമൗണ്ട് ഓഫ് പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ കെമിക്കൽസ് അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുക. അത് മാത്രമല്ല വരുന്നത് എന്താണ്, ആ ഫുഡ് പ്രിപ്പയർ ചെയ്തത് നമ്മളൊരു അൺസാനിറ്ററി, അൺഹൈജീനിക് ആയിട്ടുള്ളൊരു സർക്കംസ്റ്റൻസിലാണ്, ഒരു ഹൈജീനിക് കൺഫൈൻസിലല്ലാതെ ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു അൺസാനിറ്ററി കണ്ടീഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റിലാണ് നമ്മൾ ആ ഫുഡ് പ്രിപ്പയർ ചെയ്തതും പ്രിസർവ് ചെയ്തതും എല്ലാം പ്രോസസ്സ് ചെയ്തതും എല്ലാം എവിടെയാണ്, ഒരു അൺഹൈജീനിക് കണ്ടീഷനിലാണ്. അങ്ങനെ നമുക്ക് ആ ഫുഡ് കണ്ടാമിനേറ്റ് ആയിക്കഴിഞ്ഞാലും ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് അഡൾട്രേറ്റഡ്. നമുക്കറിയാം പല കിച്ചൺസിൽ നമ്മളിപ്പോൾ പല ഹോട്ടൽസിലും ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ്, ഫ്യൂച്ചറിൽ നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആവാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. സോ എന്താണ്, നമുക്ക് ആ ഒരു ഹോട്ടൽസിലൊക്കെ ചീഞ്ഞളിഞ്ഞ സാധനങ്ങൾ കിട്ടി, അല്ലെങ്കിൽ കിച്ചൺ ഭയങ്കരമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിരുന്നു. സോ അവിടെ ഉണ്ടാക്കുന്ന ഫുഡ്സ് എന്തായിരിക്കും, ഒബ്വിയസ്ലി കണ്ടാമിനേറ്റഡ് ആയിരിക്കും അല്ലേ. സോ അപ്പോൾ അങ്ങനത്തെ ഫുഡ്സ് നമ്മൾ അങ്ങനത്തെ ഹോട്ടൽസൊക്കെ നമ്മൾ എന്താണ് സീൽ ചെയ്തായിട്ടൊക്കെ അറിയുന്നുണ്ടാവും. സോ അങ്ങനത്തെ ഫുഡ്സിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അഡൾട്രേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് ഓർക്കുക. ആൻഡ് ഇഫ് ദ ഫുഡ് കണ്ടെയ്നർ കമ്പോസ്ഡ് ഓഫ് പോയ്സണസ് ഓർ ഡെലീറ്റീരിയസ് സബ്സ്റ്റൻസസ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ ഫുഡ്, അതായത് ചീപ്പറായിട്ടുള്ള മെറ്റീരിയൽസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ കമ്പോസിഷൻ അഫക്റ്റ് ചെയ്യുന്ന രീതിക്ക് ഏതെങ്കിലും സബ്സ്റ്റൻസിനെ, നാച്ചുറൽ കമ്പോസിഷനിലുള്ള സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള റോട്ടൺ മെറ്റീരിയൽസ് അങ്ങനത്തെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അൺസാനിറ്ററി കണ്ടീഷനിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യപ്പെടുന്ന ഫുഡ്സ്, ഇത് മാത്രമല്ലാതെ ഫുഡൊക്കെ നല്ല ക്വാളിറ്റിയിൽ നല്ല ഹൈജീനിക് സർക്കംസ്റ്റൻസിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നല്ല എന്താണ് ഫംഗൽ ഇൻഫെക്ഷൻ, ഫംഗസ് പിടിച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ അടക്കുന്നതെങ്കിലോ ദാറ്റ് ബിക്കംസ് കണ്ടാമിനേറ്റഡ് അല്ലേ. സോ അപ്പോൾ ഫുഡ് മാത്രമല്ല, എന്ത് വേണം, ആ കണ്ടെയ്നറും എന്തായിരിക്കണം, സേഫ് ആയിരിക്കണം അല്ലെങ്കിൽ ഹൈജീനിക് ആയിരിക്കണം. സോ ദാറ്റ് കണ്ടെയ്നർ കമ്പോസ്ഡ് ഓഫ് പോയ്സണസ് ആർ ഡെലിറ്റീരിയസ് സബ്സ്റ്റൻസ്. നമുക്ക് പറയാം എന്താണ്, തിളച്ച വെള്ളം, ചൂടുള്ള വെള്ളം പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ, ലോ ക്വാളിറ്റിയുള്ള ബോട്ടിൽസിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമുക്ക് ഈ മെറ്റീരിയൽസ് റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ. സോ എന്താണ്, കുക്ക് ചെയ്യുമ്പോഴൊക്കെ പല വെസൽസിൻ്റെയും ഇങ്ങനത്തെ വെസൽസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്, അത് നമുക്ക് ഈ ഫുഡിൽ മിക്സ്ഡപ്പ് ആയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വരും. സോ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഫുഡിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ആഡ് ചെയ്യുന്നതും അബ്സ്ട്രാക്ട് ചെയ്യുന്നതും മാത്രമല്ല, ആ കണ്ടെയ്നറും എന്തായിരിക്കണം, സേഫ് ആയിരിക്കണം. അങ്ങനത്തെ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ ആ ഒരു കണ്ടെയ്നറിൽ നമുക്ക് ഇൻജൂറിയസ് ആയിട്ടുള്ള കമ്പോസിഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽസ് അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് നമുക്ക് എന്താണ് ഹൈജീൻ അല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, അഡൾട്രേഷൻ എന്ന് വിളിക്കാം. ഓക്കെ. സോ അപ്പോൾ അഡൾട്രേഷൻ ഇൻക്ലൂഡ്സ് വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കോൾഡ് ആസ് അഡൾട്രേറ്റഡ്, അല്ലെങ്കിൽ അഡൾട്രേഷൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇഫ് എനി ചീപ്പർ ആൻഡ് അൺഹെൽത്തി സബ്സ്റ്റൻസ് ഹാസ് ബീൻ ആഡഡ്, ചീപ്പ് അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫുഡിൽ, പിന്നെ എനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ദ ഫുഡ് ഹാസ് ബീൻ ഹോളി ഓർ പാർഷ്യലി അബ്സ്ട്രാക്റ്റഡ്, ആ ഒരു ഫുള്ളായിട്ട് അല്ലെങ്കിൽ പാർഷ്യലായിട്ട് ആ ഒരു നാച്ചുറൽ കോമ്പോസിഷൻ എഫക്റ്റ് ചെയ്യുന്ന രീതിക്ക് ആ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ഫുഡിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്, അബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, ദെൻ അതുപോലെ തന്നെ റോട്ടൺ ആയിട്ടുള്ള ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള അൺഫിറ്റ് ഫോർ കൺസംഷൻ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആ ഫുഡിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ഏതെങ്കിലും പ്രൊഹിബിറ്റഡ് പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിസർവേറ്റീവ്സ് തന്നെ ഒരു ലിമിറ്റഡ് റേഞ്ചിൽ കൂടുതൽ അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അധികമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എക്സസീവ് എമൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും, പിന്നെ അതുപോലെ ആ ഒരു അൺഹൈജീനിക് സർക്കംസ്റ്റൻസിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡും അതുപോലെ കണ്ടെയ്നേഴ്സിൽ എന്തെങ്കിലും നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ പോയ്സണസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് മേഡ് ചെയ്തിട്ടുള്ള കണ്ടെയ്നേഴ്സിനെയും നമുക്ക് ഫുഡ് പാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അഡൾട്രേഷൻ ലെവലിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ. സോ നെക്സ്റ്റ്
ടൈപ്പ് ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആണ്. സോ ടൈപ്പ് ഓഫ് ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ദർ ആർ 3 ടൈപ്സ് ഓഫ് ഫുഡ് അഡൾട്രേഷൻസ് അതെ. ഫസ്റ്റ് വൺ ഈസ് ഇന്റൻഷണൽ. ഫസ്റ്റ് ഇന്റൻഷനൽ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇന്റൻഷനോട് കൂടി ഒരു മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്നതാണ് ഇന്റൻഷൻ. അവർക്കറിയാം ഇത് കേടാണ്, ഇത് ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണ്, ഇറ്റ് ഇസ് ലീഗലി അൺഎത്തിക്കൽ അല്ലെങ്കിൽ എന്താണ് റോങ് അല്ലെങ്കിൽ അൺഎത്തിക്കൽ ആണ് എന്ന് അവർക്കറിയാം, അറിഞ്ഞിട്ടും അവർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എന്താണ് ഇന്റൻഷണൽ ഫുഡ് അഡൾട്രേഷൻ. സെക്കൻഡ് വൺ ഈസ് ഇൻസിഡന്റൽ. അത് ഒരു വിൽഫുൾ ആക്ട് അല്ല, ഇൻസിഡൻസ്. നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫുഡ് എന്താണ് പ്രൊഡക്ഷൻ്റെ സമയത്ത് അതായത് ഗ്രോത്ത് പ്രോസസ്സിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ അതൊരു ചീത്തയായി പോകാതിരിക്കാൻ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യും, പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്കറിയാം അല്ലേ. സോ അങ്ങനത്തെ എന്താണ് അത് അടിച്ചില്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രൊഡക്ഷനെ ബാധിക്കും. സോ അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ് ഇൻസിഡൻറ്റ്. ആ ഒരു ഇൻസിഡൻറ്റിൽ സംഭവിച്ചു പോകുന്നതാണ്. ദാറ്റ് ഈസ് നോട്ട് എ വിൽഫുൾ ആക്ട് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് എസ് ഇൻസിഡൻറ്റൽ ഫുഡ് അഡൾട്രേഷൻ. ആൻഡ് തേർഡ് വൺ ഈസ് മെറ്റാലിക് കണ്ടാമിനേഷൻ. മെറ്റാലിക് കണ്ടാമിനേഷൻ നമ്മൾ ഈ ഫുഡിൽ എന്തെങ്കിലും സംഭവങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ വെസൽസ് എന്നുള്ള മെറ്റൽസ് ഒക്കെ ഇത് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ് ഫുഡിൽ പെസ്റ്റിസൈഡ്സിൽ ആർസനിക് അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് പോയിസണസ് ആണ്. അപ്പോൾ ആ പെസ്റ്റിസൈഡ്സിലുള്ള ആർസനിക് നമ്മുടെ ഫുഡ് മെറ്റീരിയൽസിൽ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് മെറ്റാലിക് കണ്ടാമിനേഷൻ ആണ്. അതുപോലെ തന്നെ ലെഡ് ഇൻ വാട്ടർ, ഇതൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, മെറ്റാലിക് കണ്ടാമിനേഷൻ. സോ ദീസ് ആർ ദ 3 ടൈപ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് എ ഡെലിബറേറ്റ് ആക്ട് ആണ്. ഡെലിബറേറ്റ് ആക്ട് എന്ന് വെച്ചാൽ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നത് ആൻഡ് വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഇൻക്രീസ് ദ മാർജിൻ ഓർ ദ പ്രോഫിറ്റ്. അപ്പോൾ നമുക്കൊരു ലാഭം കൂട്ടാൻ, പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ എക്സാമ്പിൾ നമുക്ക് എന്താണ് ചില്ലി പൗഡറിൽ നമ്മൾ ചുടുകട്ട ഇഷ്ടിക എന്ത് ചെയ്യും, ബ്രിക്ക് പൗഡർ നമ്മൾ ആഡ് ചെയ്യും അല്ലേ. സോ ദാറ്റ് ഇസ് എന്താണ് അവർ ഇൻറ്റൻഷനലി അല്ലാതെ ചുടുകട്ട വന്നിട്ട് താനെ എടുത്തങ്ങ് മുളക് പൊടിയിൽ ചില്ലി പൗഡറിൽ ചാടത്തില്ലല്ലോ. സോ അതുപോലെ തന്നെ അവർ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഇസ് കോൾഡ് എസ് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഇൻക്രീസ് ദ മാർജിൻ ഓർ ദ പ്രോഫിറ്റ്. സോ ദാറ്റ് ഇസ് കോൾഡ് എസ് ഇന്റൻഷനൽ അഡൾട്രേഷൻ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു സാൻഡ്, മാർബിൾ ചിപ്സ്, അതുപോലെ തന്നെ സ്റ്റോൺ. ഇപ്പം നമ്മൾ ഗോതമ്പൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ നിറയെ ഈ വേസ്റ്റുകൾ, കല്ല്, പൊടി, മണ്ണൊക്കെ കാണും. അതുപോലെ തന്നെ പഞ്ചസാര, ഉപ്പൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് പീസിൻ്റെ പൗഡർ ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ വൈറ്റ് പൗഡർ. സോ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യും. സോ ഇതൊക്കെ കമ്മിങ് അണ്ടർ ഇന്റൻഷനൽ അഡൾട്രേഷൻ. സെക്കൻഡ് വൺ ഈസ് ഇൻസിഡൻറ്റൽ. സോ അവിടെ വന്നിട്ട് ഡ്യൂ ടു അവർക്കറിയാം എന്താണ് മനഃപൂർവ്വം അവർ വേണം എന്ന് വെച്ച് ചെയ്യുന്നതല്ല, അവർക്കറിയാം ഇത് കേടാണ്, പക്ഷേ അതില്ലെങ്കിൽ അവരെ പ്രൊഡക്ഷനെ ബാധിക്കും, ഇതെല്ലാം നശിച്ചു പോകും. സോ അതുകൊണ്ട് അത് ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ട് അവർ ചെയ്യുന്നതാണ് ഇൻസിഡൻറ്റൽ വരുന്നത്. അതായത് ഡ്യൂ ടു ഇഗ്നറൻസ് അവർ ചെയ്തേ പറ്റുള്ളൂ, കേടാണെന്ന് അറിഞ്ഞാലും ചെയ്തേ പറ്റുള്ളൂ, ഡ്യൂ ടു ഇഗ്നറൻസ് ഓർ നെഗ്ലിജൻസ്. സോ അപ്പോൾ ലാക്ക് ഓഫ് പ്രോപ്പർ ഫെസിലിറ്റീസ്. അപ്പോൾ ഫെസിലിറ്റീസ് ഇല്ലാത്തതും ഏതിൽ വരും, ഇൻസിഡൻറ്റൽ അഡൾട്രേഷനിൽ വരും. ഓക്കെ. സോ നെക്സ്റ്റ് മെറ്റാലിക് കണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് അഡീഷൻ ഓഫ് മെറ്റൽസ് ഇൻ ഫുഡാണ്. സോ അതിൽ എക്സാമ്പിൾ പറയുന്ന ആർസനിക് ഇൻ പെസ്റ്റിസൈഡ്സ്, ലെഡ് ഇൻ വാട്ടർ, ഇതാണ്. സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ സ്റ്റേജസ് അറ്റ് വിച്ച് അഡൾട്രേഷൻ, ഇതിൽ ഏതൊക്കെ സ്റ്റേജസിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡൾട്രേഷൻ സംഭവിക്കാം. അതിൽ വേറെ ഒന്നുമില്ല, 3 ലെവൽസിലാണ് വരുന്നത്. ഒന്ന് പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ്റെ സമയത്ത് വരുന്നത്, നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ, തേർഡ് വൺ റീറ്റെയിലർ. സോ അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഓക്കെ. സോ പ്രൊഡ്യൂസർ ലെവൽ, ഡിസ്ട്രിബ്യൂട്ടർ ലെവൽ, അതുപോലെ റീറ്റെയിലർ ലെവൽ. അങ്ങനെ 3 ലെവലിലാണ് നമുക്ക് എന്ത് വരുന്നത്, അഡൾട്രേഷൻ സംഭവിക്കുന്നത്. സ്റ്റേജസ് അറ്റ് വിച്ച് അഡൾട്രേഷൻ അക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് പ്രൊഡ്യൂസർ, സെക്കൻഡ് ഡിസ്ട്രിബ്യൂട്ടർ, തേർഡ് വൺ റീറ്റെയിലർ സ്റ്റേജ്. അങ്ങനെ 3 പേരുടെ കയ്യിൽ നിന്ന് എന്ത് സംഭവിക്കാം, ഒന്ന് പ്രൊഡക്ഷൻ, ആ ഒരു ഫുഡ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള്, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ, റീറ്റെയിലർ. സോ എക്സാമ്പിൾ നമുക്ക് പറയാം, ഫാമേഴ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ, അപ്പോൾ അവിടുന്ന് സംഭവിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊരു മീഡിയേറ്റർ ഉണ്ടാവും, റീറ്റെയിലർ, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ എത്തുന്നതിന് മുന്നേ ഒരു മീഡിയേറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുണ്ടാവും. സോ ഡിസ്ട്രിബ്യൂട്ടർ ആ ഒരു ലെവലിൽ സംഭവിക്കാം, അല്ലെങ്കിൽ റീറ്റെയിലർ ആ ഒരു സെല്ലിങ് ആ ഒരു സമയത്ത് സംഭവിക്കാം. സോ ഈ 3 സ്റ്റേജസിൽ നമുക്ക് എന്ത് സംഭവിക്കാം, ഫുഡ് അഡൾട്രേഷൻ സംഭവിക്കാം. നെക്സ്റ്റ് കോമൺ അഡൾട്രൻസ് ഏതൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകും. ഇപ്പം ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അഡൾട്രേഷൻസ് അല്ലെങ്കിൽ അഡൾട്രൻസിനെ കുറിച്ച്, ഓരോ സബ്സ്റ്റൻസിലും അഡൾട്രൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന ആ ഒരു സബ്സ്റ്റൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ കോമൺ അഡൾട്രൻസ് എന്ന് പറയുമ്പോൾ മിൽക്ക്, പാലിൽ നമ്മൾ അഡൾട്രേഷൻ വരുത്താനായിട്ട് അല്ലെങ്കിൽ അഡൾട്രൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് സ്റ്റാർച്ച് ആണ്.
നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സ്റ്റാർച്ച് ആഡ് ചെയ്യാം, മിൽക്ക് പൗഡർ പാലിൻ്റെ പൊടി ആഡ് ചെയ്യാം, ആ ഒരു കട്ടി കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഡെൻസിറ്റി തോന്നിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. അതുപോലെ ഫോർമാലിൻ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്, ഫോർമാലിനും യൂറിയ. അപ്പം മിൽക്കിൻ്റെ ആ ഒരു അഡൾട്രൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർച്ച് ഉണ്ട്, മിൽക്ക് പൗഡർ ഉണ്ട്, ഫോർമാലിൻ ഉണ്ട്, യൂറിയ ഉണ്ട്. ദെൻ ഷുഗർ ആൻഡ് സോൾട്ട്. ഷുഗറും സോൾട്ടും രണ്ടും ആൾമോസ്റ്റ് സെയിം പ്രോപ്പർട്ടീസ് ടേസ്റ്റ് ഒക്കെ അല്ല, ലുക്ക് വൈസ് എന്താണ് ഏകദേശം ഒരുപോലെയാണ്. സോ അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോക്ക് പൗഡർ, നമ്മൾ പറഞ്ഞു നേരത്തെ, ചോക്ക് പൗഡർ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ വൈറ്റ് സാൻഡ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഉപ്പിൽ നമുക്ക് ഗ്ലാസ് പൗഡർ ആഡ് ചെയ്യാം. സോ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം അല്ലേ. നോർമലി എന്താണ്, ഉപ്പെടുത്തിട്ട് വെള്ളത്തിൽ കുറച്ച് ഇട്ട് വെക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബോട്ടമിൽ, ആ ഗ്ലാസിൻ്റെ ബോട്ടമിൽ കുറച്ച് സെറ്റിലാവും ഈ മഡ് അല്ലെങ്കിൽ ചെളി, മണ്ണ്, ഗ്ലാസ് പീസസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഫുഡ് വാങ്ങിയിട്ട് ഉപ്പ് വാങ്ങുന്ന സമയത്ത് സോൾട്ടിൻ്റെത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും താഴെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ കിട്ടാവുന്ന ചാൻസ് ഉണ്ട്. സോ അതാണ് ഷുഗർ ആൻഡ് സോൾട്ടിൽ വൈറ്റ് ചോക്ക് പൗഡർ ഉണ്ട്, വൈറ്റ് സാൻഡ്, അങ്ങനത്തെ സംഭവങ്ങൾ. ടീ പൗഡർ, ടീയിൽ എന്താണ്, യൂസ്ഡ് ടീ ലീവ്സ്, നമ്മൾ അതിൻ്റെ എസൻസ് ഒക്കെ കളഞ്ഞിട്ട് വേസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു ടീ ലീവ്സിൻ്റെ ബാക്കി റിമൈനിങ് ആ ഒരു പോർഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡൈ ഓർ ആർട്ടിഫിഷ്യൽ കളേഴ്സ്, വേറെ എന്തെങ്കിലും പൗഡർ ആഡ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അയൺ ഫില്ലിങ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ടീ പൗഡറിൽ. ദെൻ നെക്സ്റ്റ് വൺ ചില്ലി പൗഡർ. നമുക്കറിയാം, എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നതാണ് അല്ലെ, ബ്രിക്ക് പൗഡർ, ചുടുകട്ടയുടെ ആ ഒരു പൊടി നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ സുഡാൻ റെഡ് ആൻഡ് സാൻഡ്, ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വീറ്റ് ആൻഡ് റൈസ് എന്ന് പറയുമ്പോഴത്തേക്ക്, വീറ്റ് ആൻഡ് റൈസ് അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കതൊന്ന് കല്ല് ഇതൊക്കെ കിട്ടും അല്ലേ, വേസ്റ്റ്, കുറേ ചെളിയുടെ കട്ട ഇതൊക്കെ കിട്ടും ഗോതമ്പിലൊക്കെ. സോ അതൊക്കെ എന്താണ്, നമ്മൾ അഡൾട്രേഷന് വേണ്ടി അവർ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 100 ഗ്രാമിൻ്റെ വ്യത്യാസം വന്നു, അത്രയും അവർക്ക് എന്താണ്, പ്രോഫിറ്റ് ആണ് അല്ലേ. സോ അങ്ങനെ ആഡ് ചെയ്യുന്നതാണ് അങ്ങനത്തെ മെറ്റീരിയൽസ്. നെക്സ്റ്റ് വൺ ബ്ലാക്ക് പെപ്പർ. നമുക്കറിയാം ഡ്രൈഡ് പപ്പായ സീഡ്, രണ്ടും ഏകദേശം ലുക്ക് അലൈക്ക് ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുരുമുളകിന് പകരം എന്ത് ചെയ്യാം, ഉണക്കിയ പപ്പായ സീഡ് ആഡ് ചെയ്യാനായിട്ട് പറ്റും അഡൾട്രൻ്റ് ആയിട്ട്. നെക്സ്റ്റ് ബട്ടറിൽ നമുക്ക് ആനുവൽ ഫാറ്റും സ്റ്റാർച്ചും ആഡ് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ കോമൺ അഡൾട്രൻസ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, അല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇതിൽ വേറെ എക്സ്ട്രാ ഒന്നുമില്ല. നെക്സ്റ്റ്, സോ റീസൺസ് ഫോർ അഡൾട്രൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ അഡൾട്രേഷൻ ചെയ്യുന്നത്? അഡൾട്രൻസ് അല്ല, അഡൾട്രേഷൻ നമുക്ക് പറയാം കേട്ടോ. റീസൺസ് ഫോർ അഡൾട്രേഷൻ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ അഡൾട്രേഷനൊക്കെ കൊണ്ടുവരുന്നത്? വെറുതെ മര്യാദയ്ക്ക് അവർക്ക് കിട്ടുന്ന ഫോമിൽ അവർക്ക് ഒറിജിനൽ നാച്ചുറൽ ഫോമിൽ അങ്ങ് കൊടുത്താൽ പോരെ. എന്തിനാണ് ഈ അഡൾട്രൻസ് ഒക്കെ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, മോർ പ്രോഫിറ്റ്. ഫസ്റ്റ് വൺ ഈസ് എന്താണ്, മോർ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1 kg തൂക്കമുള്ള അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള ഒരു സബ്സ്റ്റൻസ് അവർ എടുക്കുകയാണെങ്കിൽ അതൊരു 100 ഗ്രാം അവർ കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ വില അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ എന്താണ്, ലാഭം കിട്ടും. അത്രയും കുറച്ച് കൊടുത്താൽ മതി അല്ലേ. സോ മോർ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അവർ ചെയ്യും അങ്ങനെ. അതുപോലെ തന്നെ ഇൻക്രീസ് വോളിയൂം ഓഫ് ട്രേഡ്, ലോവർ പ്രൈസ്. അപ്പോൾ ഇങ്ങനെ മായം ചേർത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോ ക്വാളിറ്റി സംഭവങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ എസ്പെഷ്യലി നമുക്ക് എല്ലാവർക്കും ഒരു നേച്ചറുണ്ട്, 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 10 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെന്നിട്ട് വാങ്ങിക്കും അല്ലേ. സോ ആ ഒരു മെൻറ്റാലിറ്റി, നമ്മുടെ ആ ഒരു വീക്ക് പോയിന്റിലാണ് അവർ കയറി പിടിക്കുന്നത് എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്കൊരു ക്വാളിറ്റി അവർ കുറച്ചാലും കുഴപ്പമില്ല, നമുക്ക് പ്രൈസ് കുറഞ്ഞാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കുള്ളിടത്തോളം അവരത് ഈടാക്കുക തന്നെ ചെയ്യും, മുതലെടുക്കുക തന്നെ ചെയ്യും. സോ അപ്പോൾ ആ ഒരു ഇൻക്രീസ് വോളിയൂം ഓഫ് ട്രേഡ്, ആ ഒരു വോളിയൂം ഓഫ് ട്രേഡ് കൂട്ടാനാണ്. എങ്ങനെയാണ്, ലോവർ പ്രൈസ്, കുറഞ്ഞ വിലയിൽ അവർ സാധനങ്ങൾ അവൈലബിൾ ആക്കി കൊടുക്കും. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി ഒന്നും നോക്കാൻ പോകത്തില്ല, എന്ത് തന്നെ ചെയ്തിട്ട് നമുക്ക് തന്നാലും ശരി, വില കുറഞ്ഞ് സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പോകും. സോ അല്ലേ. സോ അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ അവരത് യൂസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വൺ, വെൻ സപ്ലൈ ഈസ് ലെസ് ദാൻ ഡിമാൻഡ്. നമുക്കൊരു സാധനം നമുക്ക് ആവശ്യത്തിൽ എന്താണ് ഭയങ്കര നീഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുതൽ ഒരു സാധനമാണ്, പക്ഷേ അതിൻ്റെ സപ്ലൈ കുറവാണ്, കിട്ടുന്നില്ല, നമ്മുടെ ഡിമാൻഡഡ് എമൗണ്ടിൽ നമുക്ക് ആ ഒരു സാധനം കിട്ടുന്നില്ല, പക്ഷേ എല്ലാവരും ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുകയാണ്. സോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിറ്റ് പോവും എന്നുള്ളൊരു ഐഡിയ കിട്ടും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ, ഇപ്പോൾ ഒരു 1 kg സാധനം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യും, അതൊരു 2 kg ആക്കി കഴിഞ്ഞാൽ അത്രയും പ്രോഫിറ്റ് അവർക്ക് കിട്ടും. സോ അതിന് വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്യുന്നത്. വെൻ സപ്ലൈ ഈസ് ലെസ് ദാൻ ഡിമാൻഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഷോർട്ടേജ് ഓഫ് അത്തൻറ്റിക് ഇൻഗ്രീഡിയൻസ് അറ്റ്
അഫോർഡബിൾ പ്രൈസ്. അപ്പോൾ നമുക്കൊരു സാധനം ഉണ്ടാക്കാനുള്ള എന്താണ് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതെ വരിക. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനം ആ ഒരു ഒത്തൻറ്റിസിറ്റിയിൽ നമുക്ക് കിട്ടുന്നില്ല, ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കിട്ടുന്നില്ല അഫോർഡബിൾ പ്രൈസിൽ എന്നുള്ളതാണ്. അപ്പോൾ അവർ കിട്ടുന്ന പ്രൈസിൽ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 500 രൂപയുടെ സാധനം അവർ വാങ്ങിക്കും, എന്നിട്ട് അതെന്തെങ്കിലുമൊക്കെ മായം ചേർത്തിട്ട് ഒരു 600-700 രൂപയ്ക്ക് വിൽക്കും. സോ ദാറ്റ് പ്രോസസ്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് അവയർനെസ് ഇൻ അഡിക്വേറ്റ് നോളജ് ഓഫ് ദി കോൺസിക്വൻസസ്. അപ്പോൾ ആ മായം ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ അഡൾട്രേഷൻ വരുത്തുന്നതുകൊണ്ട് അവർക്ക് എന്തൊക്കെ പാർശ്വഫലം വരും, അല്ലെങ്കിൽ ആഫ്റ്റർ ഇഫക്ട്സ് വരും, അല്ലെങ്കിൽ ഹാംഫുൾ ഇഫക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹെൽത്ത് കോൺസിക്വൻസസ് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് അവർക്ക് നോളജ് ഇല്ല. ഇൻഇഡിക്വേസി ഓഫ് നോളജ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് അവയർനെസ് എന്ന് നമുക്ക് പറയാം. അത് വളരെ കുറഞ്ഞ സാധ്യത അവിടെ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ചെയ്യുന്ന ആൾക്കാരും അത് കഴിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ മാത്രമേ കഴിക്കുള്ളൂ, നമ്മളൊക്കെ മണ്ടന്മാർ അല്ലേ. സോ അത് തന്നെയാണ്. സോ ആ ഒരു ലാക്ക് ഓഫ് നോളജ് കൂടി അതിന് ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ കാരണമാണ് അഡൾട്രേഷൻ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഈ അഡൾട്രേഷൻ അല്ലെങ്കിൽ അഡൾട്രൻസിനെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിനും ഓരോ ടെസ്റ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ മെത്തേഡ്സ് ഉണ്ട്. സോ അപ്പോൾ അത് നമുക്ക് ഇൻ ജനറൽ ഓരോ സബ്സ്റ്റൻസ് അഡൾട്രൻസ് ആയിട്ട് പഠിക്കുമ്പോഴത്തേക്കും പഠിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ആ മെത്തേഡ്സിൻ്റെ ഇൻ ജനറൽ നോക്കുകയാണെങ്കിൽ വിഷ്വൽ മെത്തേഡ് നോക്കി കണ്ടുപിടിക്കുന്നുണ്ട്, ഫിസിക്കൽ മെത്തേഡ് അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് കണ്ടുപിടിക്കുന്നുണ്ട്, കെമിക്കൽ മെത്തേഡ് അതിൻ്റെ റിയാക്ഷൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ 3 ടെസ്റ്റ്, ഒന്ന് വിഷ്വൽ മെത്തേഡാണ്, നെക്സ്റ്റ് ഫിസിക്കൽ മെത്തേഡ് നമ്മൾ ഫീൽ ചെയ്തിട്ട് അറിയാൻ പറ്റും അല്ലേ, നെക്സ്റ്റ് വൺ കെമിക്കൽ മെത്തേഡ്, അതായത് കെമിക്കൽ യൂസ് ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ഫുഡ് അഡൾട്രൻസ്. നെക്സ്റ്റ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഫുഡ് അഡൾട്രൻസിനെ കുറിച്ച്. അപ്പോൾ ഫുഡ് അഡൾട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഒരു ആക്ട് ഉണ്ട്. സോ അപ്പോൾ അതിനെക്കുറിച്ചും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ 1954 ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്. സോ അപ്പോൾ ഫുഡ് അഡൾട്രേഷൻ ആക്ട് വന്നിട്ടുള്ള വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 1954 ആണ്. സോ ഫുഡ് അഡൾട്രേഷൻ ആക്ടിന്റെ ഇയർ ഏതാണ്? 1954 ആണ് എന്നുള്ളത് ഓർക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ, ആ ഒരു ആക്ട് അതിന്റെ ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റഡ് ബൈ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MOH ആൻഡ് DGHS ആണ് എന്നുള്ളത് ഓർക്കുക. MOH, വാട്ട് ഈസ് MOH എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആണ്. ഓക്കെ, ഹെൽത്ത് മിനിസ്ട്രിയും അതുപോലെ തന്നെ DGHS, ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്. സോ രണ്ടുപേരും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫുഡ് അഡൾട്രേഷൻ ആക്ടിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതിന്റെ പേർപ്പസ് എന്താണ്? ആ ഒരു ഫുഡ് അഡൾട്രേഷൻ ആക്ടിന്റെ പേർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു മോണിറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ആൻഡ് പ്യൂരിറ്റി ഓഫ് ഫുഡ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി, ഫുഡിന്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അതുപോലെ തന്നെ പ്യൂരിറ്റി, ഇത് എല്ലാം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഫുഡ് അഡൾട്രേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ്, ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമർ അഗെയിൻസ്റ്റ് ദ സപ്ലൈ ഓഫ് അഡൾട്രേറ്റഡ് ഫുഡ്. അപ്പോൾ ഈ ഒരു കൺസ്യൂമേഴ്സിന് ഈ അഡൾട്രേറ്റഡ് ഫുഡ് കിട്ടുന്നതിനെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള 2 എയിമോട് കൂടിയാണ്. അപ്പോൾ വാട്ട് ഈസ് ദ എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും അതിൻ്റെ പ്യൂരിറ്റിയും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യണം? ആ ഒരു അഡൾട്രേറ്റഡ് ഫുഡിൻ്റെ സപ്ലൈ നിർത്തലാക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇയർ ആണ്. 1954 ആ ഒരു ഇയർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഇൻ ഡീറ്റെയിൽ നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.